ആ മനോജേട്ടാ എവിടെയുണ്ട്? എന്താ കണ്ടില്ലേ? സർ ഞാനത് ശ്രദ്ധിച്ചില്ല. ആ അഡ്രസ്സ് പറഞ്ഞോ സർ പ്ലീസ്. ഐഡന്റിറ്റി കാർഡ്. സർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തേലും തന്നിട്ട് പോടെ. ഇതേ ഉള്ള ആ സൈഡിലേക്ക് മാറിയെന്ന് വിളിച്ചോ. ഒതുങ്ങിന്ന്. മനോജേട്ടാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. അത് നിനക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ വിളിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ഭാസ്കരേട്ടനെ വിളിച്ചിരുന്നു. നീ വരാൻ സാധ്യതയുണ്ടെന്നും നിനക്ക് പലിശയ്ക്ക് കാശൊന്നും കൊടുത്തേക്കരുതെന്നും പറഞ്ഞു. ഇനി ഞാൻ നിനക്ക് പൈസ തന്നറിഞ്ഞാ ദേ എനിക്ക് പണി കിട്ടും മോനെ. അവരെ പോലുള്ള വലിയ ബ്ലേഡുകാരുടെ അവതാരത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത്. പൈസ തരാൻ പറ്റാഞ്ഞിട്ടല്ല, നീ എന്നെ ഒന്ന് ഒഴിവാക്കി പ്ലീസ്. പൂജ, ഞാനൊരു കാര്യം പറയാൻ നിനക്കൊന്നും തോന്നരുത്. നീ അങ്ങനെ പറഞ്ഞോണ്ടാ ബാലുവിനോട് ഞാൻ കള്ളം പറഞ്ഞേ. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, അവൻ വെറുതെ പെട്ടെന്ന് ഇത്രയും പൈസ ചോദിക്കാനിടയില്ല. നീ പറഞ്ഞ പോലെ കാശ് മേടിച്ച് നിന്നെ പറ്റിക്കാനാണെങ്കിൽ അവൻ ചെന്നൈ ചെന്നിട്ട് വേണ്ടല്ലോ, അതിവിടെ വെച്ചാകാലോ.